ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 48, ബി 54, സി 47, ഡി 53. ഉത്തരം ഡി 53. ചോദ്യം 2. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത്? എ യേശുവിൻ്റെ വിജ്ഞാനം, ബി ഇവനാണോ ക്രിസ്തു, സി കൂടാരത്തിരുന്നാൾ, ഡി വേർപാടിനെക്കുറിച്ച്. ഉത്തരം സി കൂടാരത്തിരുന്നാൾ. ചോദ്യം 3. യൂദയായിൽ സഞ്ചരിക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല, കാരണമെന്ത്? എ ഫരിസേയരെയും പുരോഹിതരെയും ഭയമായിരുന്നതിനാൽ, ബി യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ, സി യൂദയായിലെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞതിനാൽ, ഡി ശിഷ്യന്മാർക്ക് യഹൂദരെ ഭയമായിരുന്നതിനാൽ. ഉത്തരം ബി യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. ചോദ്യം 4. എന്ത് സമീപിച്ചിരുന്ന സമയത്താണ് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക എന്ന് സഹോദരർ യേശുവിനോട് പറഞ്ഞത്? എ യഹൂദരുടെ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ഡി ദീപാരാധന തിരുനാൾ. ഉത്തരം എ യഹൂദരുടെ കൂടാരത്തിരുനാൾ. ചോദ്യം 5. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല എന്നും ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാനുമാണ് സഹോദരർ യേശുവിനെ ഉപദേശിക്കുന്നത്? എ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കുക, ബി പരസ്യമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, സി സ്വയം രാജാവായി പ്രഖ്യാപിക്കുക, ഡി സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുക. ഉത്തരം ഡി സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുക. ചോദ്യം 6. എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും എന്താണെന്നാണ് യേശു സഹോദരരോട് പറയുന്നത്? എ ആഹ്ലാദത്തിൻ്റെ സമയമാണല്ലോ, ബി അധ്വാനത്തിൻ്റെ സമയമാണല്ലോ, സി അനുകൂലമായ സമയമാണല്ലോ, ഡി എന്തും ചെയ്യാവുന്ന സമയമാണല്ലോ. ഉത്തരം സി അനുകൂലമായ സമയമാണല്ലോ. ചോദ്യം 7. എന്തുകൊണ്ടാണ് ലോകം തന്നെ വെറുക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? എ ലോകത്തിൻ്റെ പ്രവൃത്തികൾ നന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ, ബി ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ, സി ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ, ഡി നിങ്ങളുടെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ. ഉത്തരം സി ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ. ചോദ്യം 8. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്നതിന് കാരണമായി യേശു പറയുന്നത് എന്താണ്? എ എനിക്ക് മറ്റു ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, ബി എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, സി താൻ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഡി അധികാരികൾ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഉത്തരം ബി എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ചോദ്യം 9. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, ഏത് സമയത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രസ്താവിക്കുന്നത്? എ സ്വയം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച്, ബി തൻ്റെ ശിഷ്യന്മാർ പ്രാപ്തരാകുന്നതിനെക്കുറിച്ച്, സി ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ച്, ഡി തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ഉത്തരം ഡി തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ചോദ്യം 10. നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. യോഹന്നാൻ 7:8. ഏത് തിരുനാളിനെക്കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്? എ യഹൂദരുടെ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ഡി ദീപാരാധന തിരുനാൾ. ഉത്തരം
എ. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ. ചോദ്യം 11. നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശു എവിടെയാണ് താമസിച്ചത്? എ. കഫർനാമിൽ, ബി. ഗലീലിയിൽ, സി. ബഥാനിയായിൽ, ഡി. സ്വന്തം ഭവനത്തിൽ. ഉത്തരം ബി. ഗലീലിയിൽ. ചോദ്യം 12. സഹോദരർ കൂടാരത്തിരുനാളിന് പോയതിനു ശേഷം യേശു എന്തു ചെയ്തു? എ. പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി, ബി. പരസ്യമായി തിരുനാളിന് പോയി, സി. രഹസ്യമായി തിരുനാളിന് പോയി, ഡി. രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോയി. ഉത്തരം സി. രഹസ്യമായി തിരുനാളിന് പോയി. ചോദ്യം 13. എന്തു ചോദിച്ചുകൊണ്ടാണ് തിരുനാളിൽ യഹൂദർ യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? എ. അവൻ എവിടെ, ബി. പ്രവാചകൻ എവിടെ, സി. രക്ഷകൻ എവിടെ, ഡി. ദാവീദിൻ്റെ പുത്രൻ എവിടെ. ഉത്തരം എ. അവൻ എവിടെ. ചോദ്യം 14. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു എന്ന് യോഹന്നാൻ 7:12 വായിക്കുന്നു. ആളുകൾ അവനെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത്? എ. ഒരു നല്ല മനുഷ്യനാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ബി. ഒരു നല്ല മനുഷ്യനാണ്, ആളുകളെ വഴിപിഴപ്പിക്കുന്നു. സി. ഒരു പ്രവാചകനാണ്, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ഡി. ഒരു നല്ല മനുഷ്യനാണ്, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ഉത്തരം ഡി. ഒരു നല്ല മനുഷ്യനാണ്, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ചോദ്യം 15. എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിക്കാതിരുന്നത്? എ. യഹൂദരെ ഭയന്ന്, ബി. ഫരിസേയരെ ഭയന്ന്, സി. നിയമജ്ഞരെ ഭയന്ന്, ഡി. പുരോഹിതരെ ഭയന്ന്. ഉത്തരം എ. യഹൂദരെ ഭയന്ന്. ചോദ്യം 16. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? എ. ദേവാലയത്തിൽ, ബി. സിനഗോഗിൽ, സി. മലമുകളിൽ, ഡി. ദേവാലയാങ്കണത്തിൽ. ഉത്തരം എ. ദേവാലയത്തിൽ. ചോദ്യം 17. എന്ത് കാരണം കൊണ്ടാണ് ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചത്? എ. യേശുവിൻ്റെ സംസാര ശൈലി കേട്ടിട്ട്, ബി. യേശു ഒരു നിയമജ്ഞൻ അല്ലാതിരുന്നതുകൊണ്ട്, സി. യേശു ഒരു പുരോഹിതൻ അല്ലാതിരുന്നതുകൊണ്ട്, ഡി. യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ഉത്തരം ഡി. യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ചോദ്യം 18. തൻ്റെ അറിവിൻ്റെ ഉറവിടം എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. പ്രാർത്ഥന, ബി. വിശുദ്ധ ജീവിതം, സി. തന്നെ അയച്ച പിതാവ്, ഡി. കഠിന പ്രയത്നം. ഉത്തരം സി. തന്നെ അയച്ച പിതാവ്. ചോദ്യം 19. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ, ബി. കൂടാരത്തിരുന്നാൾ ആരംഭിച്ചപ്പോൾ, സി. കൂടാരത്തിരുന്നാളിൻ്റെ അവസാന ദിവസം, ഡി. ബലിയർപ്പണത്തിനിടയിൽ. ഉത്തരം എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ചോദ്യം 20. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ ഡാഷ് എന്ന് മനസ്സിലാക്കും? എ. ഉൾക്കൊള്ളാൻ സ്വയം നൽകുന്നതോ, ബി. അംഗീകരിക്കാൻ സ്വയം നൽകുന്നതോ, സി. ഇഷ്ടം നിറവേറ്റാൻ സ്വയം നൽകുന്നതോ, ഡി. ഇഷ്ടം നിറവേറ്റാൻ സ്വമേധയാ പറയുന്നതോ. ഉത്തരം സി. ഇഷ്ടം നിറവേറ്റാൻ സ്വയം നൽകുന്നതോ. ചോദ്യം 21. എപ്രകാരം സംസാരിക്കുന്നവനാണ് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നത് എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. അഹങ്കാരത്തോടെ സംസാരിക്കുന്നവൻ, ബി. സ്വമേധയാ സംസാരിക്കുന്നവൻ, സി. അംഗീകാരത്തിനായി സംസാരിക്കുന്നവൻ, ഡി. അധികാരത്തിനായി സംസാരിക്കുന്നവൻ. ഉത്തരം ബി. സ്വമേധയാ സംസാരിക്കുന്നവൻ. ചോദ്യം 22. തന്നെ അയച്ചവൻ്റെ മാത്രം മഹത്വം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് യേശു പറയുന്നത്? എ. വിശ്വസ്തനാണ്, അവനിൽ അനീതിയില്ല, ബി. സത്യവാനാണ്, അവനിൽ അസത്യമില്ല,
സി നീതിമാനാണ്, അവനിൽ അനീതിയില്ല. ഡി സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ഉത്തരം ഡി സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ചോദ്യം 23. ഏത് പൂർവ്വപിതാവിനാണ് ദൈവം പരിച്ഛേദന നിയമം നൽകിയത്? എ അബ്രാഹത്തിന്, ബി യാക്കോബിന്, സി ദാവീദിന്, ഡി ഇസഹാക്കിന്. ഉത്തരം എ അബ്രാഹത്തിന്. ചോദ്യം 24. സാബത്ത് ദിവസവും പരിച്ഛേദന കർമ്മം നടത്താൻ യഹൂദർ തയ്യാറാകുന്നത് എന്തുകൊണ്ട്? എ അബ്രാഹത്തിൻ്റെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന്, ബി മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന്, സി മോശയുടെ നിയമം പാലിക്കുന്നതിന്, ഡി മോശയുടെ നിയമം അനുസരിക്കുന്നതിന്. ഉത്തരം ബി മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന്. ചോദ്യം 25. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എപ്രകാരം വിധിക്കാനാണ് യേശു യഹൂദരോട് കൽപ്പിക്കുന്നത്? എ സത്യസന്ധമായി വിധിക്കുവിൻ, ബി പക്ഷപാതം കാണിക്കാതെ വിധിക്കുവിൻ, സി ശരിയായി വിധിക്കുവിൻ, ഡി നീതിയായി വിധിക്കുവിൻ. ഉത്തരം ഡി നീതിയായി വിധിക്കുവിൻ. ചോദ്യം 26. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. യോഹന്നാൻ 7:24. ഇതിന് സമാനമായ വാക്യം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എവിടെയാണുള്ളത്? എ ഏശയ്യാ 11:3, ബി ഏശയ്യാ 14:3, സി ഏശയ്യാ 11:8, ഡി ഏശയ്യാ 21:3. ഉത്തരം എ ഏശയ്യാ 11:3. ചോദ്യം 27. ഇത് ആരുടെ വാക്കുകൾ? ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എ യഹൂദരുടെ, ബി ജെറുസലേം നിവാസികളിൽ ചിലരുടെ, സി ഫരിസേയരുടെ, ഡി സദുക്കായരുടെ. ഉത്തരം ബി ജെറുസലേം നിവാസികളിൽ ചിലരുടെ. ചോദ്യം 28. എനിക്ക് അവിടുത്തെ അറിയാം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. യോഹന്നാൻ 7:29. ആരെപ്പറ്റിയാണ് യേശു ഇത് പറയുന്നത്? എ പിതാവായ ദൈവത്തെ, ബി അബ്രാഹത്തെ, സി മോശയെ, ഡി ദാവീദിനെ. ഉത്തരം എ പിതാവായ ദൈവത്തെ. ചോദ്യം 29. യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് യഹൂദർക്ക് അവനെ പിടിക്കാൻ കഴിയാതിരുന്നത്? എ അവനെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്നതുകൊണ്ട്, ബി അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല, സി ജനക്കൂട്ടത്തെ ഭയന്നിട്ട്, ഡി അവൻ അപ്രത്യക്ഷനായതുകൊണ്ട്. ഉത്തരം ബി അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ചോദ്യം 30. കൂടാരത്തിരുന്നാളിൽ പങ്കെടുക്കാനെത്തിയ യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചത് ആരാണ്? എ ജനപ്രമാണികളും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഡി പുരോഹിത പ്രമുഖന്മാരും യഹൂദരും. ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 31. യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം താൻ എവിടേക്ക് പോകും എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ ഗലീലിയിലേക്ക്, ബി കഫർനാമിലേക്ക്, സി സ്വന്തം ഭവനത്തിലേക്ക്, ഡി എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. ഉത്തരം ഡി എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 32. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം യേശു എവിടേക്ക് പോകാനാണ് സാധ്യത എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? എ റോമായിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ, ബി ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ, സി കോറിന്തോസിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ, ഡി എഫേസോസിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ. ഉത്തരം ബി ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ. ചോദ്യം 33. കൂടാരത്തിരുന്നാളിൻ്റെ ഏത് ദിവസത്തിലാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു പ്രഖ്യാപിക്കുന്നത്? എ കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ, ബി കൂടാരത്തിരുന്നാൾ ആരംഭിച്ചപ്പോൾ, സി കൂടാരത്തിരുന്നാൾ കർമ്മങ്ങൾക്കിടയിൽ, ഡി അവസാനത്തെ മഹാദിനത്തിൽ. ഉത്തരം ഡി അവസാനത്തെ മഹാദിനത്തിൽ.
ചോദ്യം 34. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്ത് സംഭവിക്കും എന്നാണ് യേശു കൂടാരത്തിരുന്നാളിൻ്റെ മഹാദിനത്തിൽ പ്രഖ്യാപിക്കുന്നത്? എ. കാരുണ്യത്തിൻ്റെ അരുവികൾ ഒഴുകും. ബി. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. സി. നിത്യജീവൻ്റെ അരുവികൾ ഒഴുകും. ഡി. സ്നേഹത്തിൻ്റെ അരുവികൾ ഒഴുകും. ഉത്തരം ബി. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ചോദ്യം 35. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന വചനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത്? എ. നിത്യജീവൻ സ്വന്തമാക്കുന്നതിനെപ്പറ്റി. ബി. ദൈവപുത്രസ്ഥാനം സ്വന്തമാക്കുന്നതിനെപ്പറ്റി. സി. പാപമോചനം പ്രാപിക്കുന്നതിനെപ്പറ്റി. ഡി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി. ഉത്തരം ഡി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി. ചോദ്യം 36. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:38. വിശുദ്ധ ലിഖിതത്തിൽ എവിടെയാണ് ഈ പ്രസ്താവന ഉള്ളത്? എ. ഏശയ്യ 44:3, ഏശയ്യ 55:1, സുഭാഷിതങ്ങൾ 58:11, സുഭാഷിതങ്ങൾ 18:4. ബി. സുഭാഷിതങ്ങൾ 44:3, സുഭാഷിതങ്ങൾ 55:1, സുഭാഷിതങ്ങൾ 58:11, ഏശയ്യ 18:4. സി. ഏശയ്യ 44:3, ഏശയ്യ 55:1, ഏശയ്യ 18:11, സുഭാഷിതങ്ങൾ 58:4. ഡി. ഏശയ്യ 44:3, ഏശയ്യ 55:1, ഏശയ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. ഉത്തരം ഡി. ഏശയ്യ 44:3, ഏശയ്യ 55:1, ഏശയ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. ചോദ്യം 37. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ 7:39. ഇതിനുള്ള കാരണം എന്തെന്നാണ് സുവിശേഷകൻ പറയുന്നത്? എ. ജനത്തിൻ്റെ വിശ്വാസക്കുറവ്. ബി. വിശുദ്ധിയില്ലാത്ത ജനമായതിനാൽ. സി. യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഡി. മോശയുടെ നിയമം നിലവിലുള്ളതിനാൽ. ഉത്തരം സി. യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 38. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? യോഹന്നാൻ 7:42. ഈ പ്രവചനം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? എ. ജെറമിയ 5:2, ബി. സക്കറിയ 5:2, സി. ഏശയ്യ 5:2, ഡി. മിക്ക 5:2. ഉത്തരം ഡി. മിക്ക 5:2. ചോദ്യം 39. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് സേവകന്മാരോട് ചോദിച്ചത് ആരാണ്? എ. ജനപ്രമാണികളും ഫരിസേയരും. ബി. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. സി. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ഡി. പുരോഹിത പ്രമുഖന്മാരും യഹൂദരും. ഉത്തരം സി. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 40. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും ചോദ്യത്തിന് സേവകന്മാർ പറഞ്ഞ മറുപടി എന്ത്? എ. ജനക്കൂട്ടം നിമിത്തം. ബി. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. സി. അവനെപ്പോലെ ആരും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഡി. അവനെപ്പോലെ ആരും ഇതുവരെ പെരുമാറിയിട്ടില്ല. ഉത്തരം ബി. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ചോദ്യം 41. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു. യോഹന്നാൻ 7:50. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയ സംഭവം സുവിശേഷത്തിൽ എവിടെയാണുള്ളത്? എ. യോഹന്നാൻ 2:1-2, ബി. യോഹന്നാൻ 3:3-4, സി. യോഹന്നാൻ 4:1-2, ഡി. യോഹന്നാൻ 3:1-2. ഉത്തരം ഡി. യോഹന്നാൻ 3:1-2. ചോദ്യം 42. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചത് ആരാണ്? എ. സക്കേവൂസ്, ബി. നിക്കോദേമോസ്, സി. അരിമത്തിയക്കാരൻ ജോസഫ്, ഡി. നിയമജ്ഞർ.
ഉത്തരം ബി നിക്കോദേമോസ്. ചോദ്യം 43. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? യോഹന്നാൻ 7:51. പഴയ നിയമത്തിൽ ഈ പ്രസ്താവന എവിടെയാണുള്ളത്? എ നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1. ബി നിയമാവർത്തനം 23:6, പുറപ്പാട് 17:1. സി നിയമാവർത്തനം 17:1, പുറപ്പാട് 23:6. ഡി നിയമാവർത്തനം 13:6, പുറപ്പാട് 27:1. ഉത്തരം എ നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1. ചോദ്യം 44. ആര് ആരോട് ചോദിച്ചു, നീയും ഗലീലിയിൽ നിന്നാണോ? പരിശോധിച്ച് നോക്കൂ. ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. എ ഫരിസേയർ സക്കേവൂസിനോട്, ബി നിയമജ്ഞർ നിക്കോദേമോസിനോട്, സി പുരോഹിത പ്രമുഖർ നിക്കോദേമോസിനോട്, ഡി ഫരിസേയർ നിക്കോദേമോസിനോട്. ഉത്തരം ഡി ഫരിസേയർ നിക്കോദേമോസിനോട്. ചോദ്യം 45. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? എ അധികാരികളുടെ അവിശ്വാസം, ബി കൂടാരത്തിരുന്നാൾ, സി അധികാരികളുടെ വിശ്വാസം, ഡി അധികാരികളുടെ അന്ധവിശ്വാസം. ഉത്തരം എ അധികാരികളുടെ അവിശ്വാസം. ചോദ്യം 46. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം എന്ത്? എ എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് പോയി, ബി വന്നവരെല്ലാം സ്വന്തം വീടുകളിലേക്ക് പോയി, സി ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി, ഡി ഓരോരുത്തരും സ്വന്തം നാട്ടിലേക്ക് പോയി. ഉത്തരം സി ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. ചോദ്യം 47. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. എ യോഹന്നാൻ 7:7, ബി യോഹന്നാൻ 7:16, സി യോഹന്നാൻ 7:9, ഡി യോഹന്നാൻ 7:6. ഉത്തരം ഡി യോഹന്നാൻ 7:6. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. എ യോഹന്നാൻ 7:11, ബി യോഹന്നാൻ 7:18, സി യോഹന്നാൻ 7:13, ഡി യോഹന്നാൻ 7:14. ഉത്തരം ബി യോഹന്നാൻ 7:18. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എ യോഹന്നാൻ 7:28, ബി യോഹന്നാൻ 7:38, സി യോഹന്നാൻ 7:18, ഡി യോഹന്നാൻ 7:33. ഉത്തരം ബി യോഹന്നാൻ 7:38. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? എ യോഹന്നാൻ 7:51, ബി യോഹന്നാൻ 7:41, സി യോഹന്നാൻ 7:31, ഡി യോഹന്നാൻ 7:21. ഉത്തരം എ യോഹന്നാൻ 7:51. ഈ സെറ്റിലെ അവസാന ചോദ്യം, ചോദ്യം 51. വചനം എഴുതുക. യോഹന്നാൻ 7:24. ഉത്തരം പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.